ഒരു മേജർ പോർഷൻ ഓഫ് ഷൂട്ട് കഴിഞ്ഞു. ഇനിയൊരു 5-6 ദിവസം ഷൂട്ട് കൂടി ബാക്കിയുണ്ട്. അത് നമ്മുടെ ഈ സമയത്തിൽ വളവിൻ്റെ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഷെഡ്യൂൾ ബ്രേക്കിൻ്റെ സമയത്ത് അതിൻ്റെ ഷൂട്ട് നടക്കും. ബാബുപ്പാല എന്തോ വിനീതേട്ടനും ധ്യാനൊക്കെയായിട്ട് കോമ്പിനേഷൻ ഓൾറെഡി കഴിഞ്ഞു. ദിലീപേട്ടൻ്റെ കോമ്പിനേഷൻ ഇപ്പോൾ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഒരു 7-ാം തീയതി തുടങ്ങിയായിരിക്കും. നെക്സ്റ്റ് മന്ത് 7th തുടങ്ങി ഷൂട്ട് ഉണ്ടാവും. ഒരു 5-6 ദിവസം ഷൂട്ട് നിർമ്മിച്ചു. യെസ്, അതൊരു മാഡ്നസ് പരിപാടിയാണ്. നല്ല രസമുണ്ട്. ഒരു ടോട്ടലി ഏത് ജോണറാണെന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. ഒരു വേറൊരു ടോട്ടലി വേറൊരു ജോണറിലൊരു സിനിമയാണ്. ഒരു മാഡ്നസ്, ഒരു ഭ്രാന്തൻ സിനിമയാണ്. ഭയങ്കര രസമുണ്ട്. എൻ്റെ അടുത്ത് ജിഗ്ജാനെ തന്നെ ചോദിക്കണം. കാര്യം നമ്മൾക്ക് ആക്ച്വലി വളരെ ഇഷ്ടമുള്ള കാര്യം തന്നെയാണ്. ഇപ്പോഴും ഞാനിപ്പോൾ ഇന്ന് ഇന്റർവ്യൂവിൽ പറയണ്ടായിരുന്നു, എന്നെ ഇപ്പോഴും ചില സ്ഥലത്തൊക്കെ ചിലപ്പോൾ അമ്പറോ എന്ന് പറഞ്ഞ് വിളിക്കണൊരു ഇപ്പോഴും വിളിക്കാറുണ്ട്. വേറെ ക്യാരക്ടറുടെ പേര് പറഞ്ഞിട്ട് പത്രം വിളിക്കില്ലായിരിക്കും. അമ്പറോ ഭയങ്കര ആൾക്കാരുടെ ഇടയിൽ രജിസ്റ്റർ ചെയ്ത പേരാണ്. ഒരു ആഫ്രോ ലുക്കും പരിപാടിയല്ല. അപ്പോൾ എനിക്ക് അത് വരണമെന്ന് ഇങ്ങനെ ആഗ്രഹമുണ്ട്. ജിഗ്ജേട്ടന് ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിലേ അത് നടക്കുള്ളൂ. പക്ഷെ ഇപ്പം തൽക്കാലം അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഐഡിയ വരാം. ഞാൻ പറയില്ല. ആ ഉണ്ട് ഉണ്ടോ എന്താ അറിയില്ല, എനിക്കറിയില്ല. ലാലേട്ടൊന്നും ഞാൻ പറഞ്ഞിട്ട് കിട്ടും. അതൊരു സാധനം എന്താ പറയാ കേട്ടില്ല. എന്തായാലും എഴുത്തിനെ പറ്റിയോ? നിങ്ങൾ വേറെ പടങ്ങളുടെയൊക്കെ പരിപാടികളുണ്ട്. ഇവിടെ നൈസായിട്ട് വേറെ മഞ്ഞവിലെ പിള്ളേരെല്ലാം കൂടെ ഉണ്ട്. പക്ഷെ സിനിമയിൽ അഭിനയിക്കാനുണ്ടോന്നൊന്നും പറയാൻ പറ്റില്ല. അതിനകത്ത് ഒരു അമ്മയും കുഞ്ഞും എന്നൊരു രീതിയിലാണ് സിനിമ പോകുന്നത്. മഞ്ഞവിലെ പിള്ളേരെല്ലാവരും അപ്പോഴും ഇപ്പോഴും എപ്പോഴും കൂടെ ഉണ്ടാവും. അത്രയുള്ളൂ. മഞ്ഞവിലല്ല, ഞങ്ങളുടെ കൂടെയുള്ള പിള്ളേരുണ്ട്. എന്നെ വിളിച്ചിട്ടില്ല, ചോദിക്കണം. വിളിച്ചു പക്ഷെ അത് ഉറപ്പായിട്ട് കൂടെ ഉണ്ട്. ഇതിന്റെ പീക്ക് ടൈം ആണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇനി അടുത്ത വർഷം അതിനപ്പുറത്തെ വർഷം അതിനപ്പുറത്തെ വർഷമൊക്കെ എന്റെ പീക്ക് ടൈം ആവണമെന്ന് ആഗ്രഹിക്കുന്നതാണ് ഞാൻ. അപ്പോൾ ഇത് ജസ്റ്റ് ഒരു പീക്ക് ടൈമിൽ ഇങ്ങനെ മാത്രം ഒതുങ്ങിയിരിക്കാൻ ഇപ്പൊ എനിക്ക് ആഗ്രഹമില്ല. നല്ല രസമായിരുന്നു. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത് സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്കത് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നത്. അന്ന് വാങ്ങി കിട്ടിയതിന്റെ സന്തോഷം. അപ്പൊ എല്ലാവരും കണ്ടവരെ കാണാത്തവരടുത്ത് പറഞ്ഞ് എല്ലാവരും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും കാണാൻ പറയണം.